ഹായ്. ഇവിടെ നാട്ടിലെല്ലാം നല്ല ചൂടാണ്. അപ്പോൾ കൊടൈക്കനാൽ വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ഗുണക്കേവുണ്ട്, അവിടെ പിന്നെ നല്ല നല്ല സ്ഥലങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടു. അപ്പോൾ ഒന്ന് പോയി നോക്കാം. അവിടെ നല്ല തണുപ്പൊക്കെ ആണല്ലോ, ഒന്ന് പോയിട്ട് വരാം. അവിടെ എത്തിയപ്പോൾ അത്യാവശ്യം ചൂടുണ്ട്, ചെറിയൊരു തണുപ്പുണ്ട്, വലിയ കുഴപ്പമുണ്ടായില്ല. കാറ്റും തണുപ്പ്, നല്ല തിരക്ക്. ഗുണക്കായ് എത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നോക്കിയപ്പോൾ എന്താ, നാട്ടിലത്തെ എല്ലാവരും അവിടെ ഉണ്ട്, നല്ല തിരക്കുണ്ട് അവിടെ. എല്ലാവരും നല്ല ആകാംക്ഷയോടെയാണ് വന്നിരിക്കുന്നത്. അവിടെ എന്തൊക്കെയോ കാണാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വരുന്നത്. പിള്ളേരൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ. പിന്നെ അവിടെ സുഭാഷെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഏത് സുഭാഷിനെ വിളിക്കുന്നത് നമുക്ക് മനസ്സിലായില്ല. പിന്നെ അത്യാവശ്യം കോടമഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ല. ചൂടും ഉണ്ട് തണുപ്പും ഉണ്ട്, നല്ല രീതിയിൽ കോടമഞ്ഞൊക്കെ വരുന്നുണ്ട്, വെയിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ രസമായിട്ടുള്ള അന്തരീക്ഷമാണ് അവിടുത്തെ. പിള്ളേര് സുഭാഷേന്ന് വിളിക്കുന്നത് കേട്ടോ നിങ്ങൾ? മറ്റു വീഡിയോകളെ പോലെ നമ്മൾ പ്രത്യേകിച്ച് അതിലൊന്നും ചെയ്യുന്നില്ല. അവിടെ എന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു എഫക്റ്റോ അല്ലാതെ വേറെ ഒന്നും അതിൽ ചെയ്യുന്നില്ല. അവിടെ സൗണ്ട് വരെ നമ്മൾ നാച്ചുറലായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുറേ പേര് നമുക്ക് നോക്കിയിട്ട് ടാറ്റ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഗുണക്കേവ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ ലേക്കിലേക്കാണ് പോകുന്നത്. ഇത് ഗുണക്കേവിൻ്റെ മുന്നിൽ കുറേ കച്ചവടക്കാരാണ്, അവരെയാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ലേക്കിലേക്ക് എത്താറായി. ലേക്ക് ഏകദേശം എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ നമുക്ക് കാണാനുള്ളത് കുതിര സവാരി ഉണ്ട്, പിന്നെ സൈക്ലിങ് അതൊക്കെയുണ്ട്. അവിടെ വാടകയ്ക്ക് കിട്ടും.
അവിടെ മെയിനായിട്ട് ലേക്കിലേക്ക് വരുന്ന ബോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ കച്ചവടക്കാർ നന്നായിട്ടുണ്ട്. ആ ഭാഗത്ത് നല്ല തിരക്കുണ്ട്. അവിടെ ലേക്കിൻ്റെ മുന്നിലുള്ള കച്ചവടക്കാരാണ് അതൊക്കെ. ബാഗുകളൊക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. കൊടൈക്കനാലിന് എല്ലാവരും പോകുമ്പോൾ ചോക്ലേറ്റ് മേടിച്ചിട്ടാണ് പോവുക. അവർ പറയുന്ന വിലയ്ക്ക് നമ്മൾ ഒരിക്കലും മേടിക്കരുത്, നമ്മൾ വില പേശണം. കൊടൈക്കനാൽ എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ കത്തിയാണ്. അപ്പോൾ ഭക്ഷണമായാലും എന്തായാലും നമ്മൾ വില നോക്കി സംസാരിച്ചിട്ട് വേണം മേടിക്കാൻ. പിന്നെ നമ്മൾ ക്യാമറ ഇട്ട വഴിക്ക് പോയപ്പോൾ അവിടെയുള്ള കടക്കാർക്കൊക്കെ നമ്മൾ ഭയങ്കര താല്പര്യമായിരുന്നു. ഒരു ചായക്കടക്കാരനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഭയങ്കര രസമായിട്ട് നമുക്ക് വേണ്ട സഹായം ചെയ്തു തന്നിരുന്നു. ചായയൊക്കെ എടുക്കാൻ നല്ല ചിരിച്ചിട്ടാണ് എല്ലാവരും, അവിടെയുള്ളവരെല്ലാം നല്ല ചിരിച്ചിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. വീഡിയോ പിന്നെ അവിടെ ഒരു കടയുടെ മുന്നിൽ നമ്മൾ എത്തിയപ്പോൾ ഹോട്ട് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ നോക്കി. അപ്പോൾ അയാൾ നമുക്ക് വേണ്ടി ഷൂട്ട് ചെയ്യാനും എല്ലാം സഹായം ചെയ്തു തന്നു. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടത് സിൽവർ കാസ്കേഡ് പാർക്ക്. അവിടെ നോക്കിയപ്പോൾ വെള്ളച്ചാട്ടമാണ്. അപ്പോൾ നമ്മളവിടെ ഇപ്പോൾ കാണുന്നില്ല. അവിടെ ഒരു രസമായിട്ട് തോന്നി. കുറേ ഫോട്ടോഷൂട്ടൊക്കെ കുറേ പേര് എടുക്കുന്നുണ്ട്. കുറച്ച് നേരം അവിടെ നമ്മൾ നിന്നിരുന്നു. ഇനിയും നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ അവിടെ കാണാനുണ്ട്. നമുക്ക് ഇറങ്ങാൻ സമയമായി. കുറച്ച് സമയം ഒരുപാട് കാര്യങ്ങൾ. സന്ധിക്കും വരെ വണക്കം.